പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും ഉള്ള സ്നാനം എന്നുള്ള കാര്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നു. സ്നാപക യോഹന്നാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുക എന്നുള്ള പരിപാടി നടന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. അതിൽ പറയുന്നത്, അവര് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം അവർക്ക് ലഭിക്കുന്നത്. ഇത് അവർക്ക് മാത്രമുള്ളതല്ല, എല്ലാ ദൈവമക്കൾക്കുമുള്ള ഒരു കാര്യമാണിത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് മാത്രമല്ല, തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ തീ എന്ന് പറയുന്നത് എന്താണ്? 1 പത്രോസ് 4-ാം അധ്യായം 12-ാം വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വച്ച് അതിശയിച്ചു പോകരുത്. അപ്പൊ ഇവിടെ ഈ തീ എന്ന് പറയുന്ന അഗ്നിശോധനയാണ്. അത് കഷ്ടങ്ങളാണ് ഈ പറയുന്നത്. അത് തന്നെ വേറെ പല വചനങ്ങളിലും പറയുന്നുണ്ട്. യാക്കോബിന്റെ അതിൽ പറയുന്ന, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഈ മേൽപ്പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യമാണ് ഇതിലും യാക്കോബും പറയുന്നത്. അപ്പൊ അഗ്നിശോധന എന്ന് പറയുന്നതാണ് ഈ തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത്. ഈ അഗ്നിശോധനയിൽ കടത്തിവിട്ടാലുള്ള ഗുണം എന്താണ് എന്നുള്ളത് വേറൊരു വചനത്തിൽ കൂടി നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യം, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ എന്നാണ് ഇതിൽ പറയുന്നത്. മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് വരുന്ന കഷ്ടങ്ങളും ശോധനകളും എല്ലാം തന്നെ അത് അവരുടെ ആത്മരക്ഷയ്ക്ക് കാരണമാവില്ല. അതായത് വരാൻ പോകുന്ന കഷ്ടത്തിന്റെ ഒരു മുന്നായിട്ടുള്ള ഒരു കാര്യം മാത്രമാണത്. അല്ലാതെ അവർക്ക് ആത്മരക്ഷ അവർക്കില്ല. അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കാണ്. ദോഷം വന്നു, അത് കൂടാതെ കൂടുതൽ ദോഷത്തിലേക്ക് വരുന്നതിന്റെ ഒരു നിഴലായിട്ടാണ് അത് പറയുന്നത്. വാസന എന്ന് പറയണേ. അതേസമയം ദൈവമക്കൾക്കോ അവർക്ക് ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ആ സമയത്ത് നമുക്ക് ശുദ്ധീകരണമാണ് സംഭവിക്കുന്നത്. കഷ്ടത്തോടുകൂടെ നമ്മുടെ ആത്മാശുദ്ധീകരണം നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവ് കൂടുതൽ ശുദ്ധീകരണം പ്രാപിച്ച് സ്രോതത്തിലേക്ക് നമുക്ക് യോഗ്യരായി തീരും എന്നാണ് അതിൽ പറയുന്നതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ഇതിനു മുമ്പ് ഉള്ള വചനങ്ങളിലും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നതൊക്കെ അത് തന്നെയാണ്. അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും എന്ന് പറയുന്നത്. അതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ പലതരത്തിലുള്ള കഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ശിക്ഷ കിട്ടുന്നത് ഒരു ശുദ്ധീകരണം തന്നെയാണ്. എന്നാൽ തെറ്റ് ചെയ്യാതെ നമ്മൾ പല ആവശ്യമില്ലാത്ത തരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ശുദ്ധീകരണമായിട്ട് വരും, ഒന്ന് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ഒരു അനുഗ്രഹമായിട്ടും വരും എന്നാണ് ഈ തിരുവചനം പറയുന്നത്. അപ്പൊ ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം, അതുകൂടാതെ തീ കൊണ്ടുള്ള സ്നാനം. എല്ലാ ദൈവമക്കൾക്കും ഒരേ സമയം പരിശുദ്ധാത്മാവ് സ്നാനം കിട്ടിക്കൊള്ളുന്നില്ല. പരിശുദ്ധാത്മാവ് സ്നാനം ഇല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകില്ല എന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു സ്നാനം എൻ്റെ അനുഭവത്തിൽ പല ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെ സ്വർഗത്തിൽ കൂടുതൽ തേജസ്സിന് അത് കാരണമാകും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം.